അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ പോകാനുള്ള ഡ്രസ്സൊക്കെ ഇട്ടു. അതിൻ്റെ 2-3 ഫോട്ടോസ് ഉണ്ട്, ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകുന്നത്. എനിക്ക് ഭയങ്കര പേടിയാണ്. വേദനയെന്ന് എഴുതി കാണിച്ചാൽ ഞാൻ കരഞ്ഞു ചാകും, അത്ര പേടിയാണ് എനിക്ക് വേദന. അത്രയും പേടിയുള്ള ആളാണ് സിസേറിയൻ ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ ആ സമയത്തൊന്നും അറിയാൻ പറ്റത്തില്ലെന്ന് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അപ്പം അറിയത്തില്ലല്ലോ, പിന്നെയല്ലേ വേദന എന്നൊരു സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ കൊണ്ടുപോകുന്നതിന് മുമ്പ് കത്തീഡ്രലിൽ സാധാരണ ചിലർക്കൊക്കെ റൂമിൽ നിന്ന് ഇടാറുണ്ട്. പക്ഷേ എൻ്റെ ഡോക്ടറിന് എനിക്ക് വേദന പേടിയാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞു നമുക്ക് തിയേറ്ററിൽ പോയിട്ട് ഇടാം, ഇവിടെ നിന്ന് ഇടണ്ട എന്ന് പറഞ്ഞാൽ കത്തീഡ്രലിൽ എനിക്ക് അപ്പോൾ ഇട്ടില്ല. പിന്നെ ഒരു ക്യാനുള്ള വെക്കണമായിരുന്നു, അതായത് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് ക്യാനുള്ള വെക്കണമായിരുന്നു. അപ്പോൾ ക്യാനുള്ള വെക്കാനായിട്ട് നേഴ്സ് വരുന്നു, കുത്തുന്നു, കിട്ടുന്നില്ല, പിന്നെയും കുത്തുന്നു, കിട്ടുന്നില്ല. പിന്നെ ഒരു വെയിനിൽ കിട്ടിയപ്പോഴേക്കും അതിൻ്റെ അകത്ത് എയർ ബബിൾ കയറിയിട്ട് പെട്ടെന്ന് തന്നെ കൈയെല്ലാം ഭയങ്കര നീരായി തടിച്ച് ആകെ വല്ലാണ്ടായി. അപ്പം തന്നെ എൻ്റെ എല്ലാ റിലേയും പോയി. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വേദനയായിരുന്നു അത് കുത്തി ഇറക്കിയപ്പോഴേക്കും. ഇപ്പം ഇത് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും അതിനെന്ത് വേദനയാണ്, പക്ഷെ എനിക്ക് ആ വേദന പോലും സഹിക്കാനുള്ള കഴിവുള്ള ആളല്ല. അങ്ങനെ കുത്തിയിറക്കും, ഭയങ്കര വേദന, ഇത്രയും നീര്. അപ്പം അവിടെ ഞാൻ വിചാരിക്കും ഈ സിസ്റ്ററിന് എന്തോ അറിയാത്ത കൊണ്ടാണോ ഇങ്ങനെ കുത്തി വേദനിപ്പിച്ചത്, എനിക്ക് അറിയില്ല, നല്ല വേദന എടുക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നു. അങ്ങനെ അവർ കുത്തിയിരുന്നു, പിന്നെ നീര് വന്നു, പിന്നെ അത് അഴിച്ചു, പിന്നെ രണ്ടാമതും കുത്തി. ആ ഒരു കരച്ചിലും ബഹളമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ലേബർ റൂമിലോട്ട് പോകുന്നത്. അപ്പോൾ ഏകദേശം 8:30 ആകുമ്പോൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഫസ്റ്റ് സിസേറിയൻ ആണെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അങ്ങനെ ലേബർ റൂമിലേക്ക് കൊണ്ടുവന്നു. 8:45 ആയപ്പോൾ എന്നെ റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പം എനിക്കിച്ചിരി പേടിയുണ്ടായിരുന്നു, പേടിച്ച് ഞാൻ കരയാൻ തുടങ്ങി. എന്നുവെച്ചാൽ എനിക്ക് ഒച്ചത്തിലല്ല കരയുന്നത്, കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ഇതെന്നെ കാണുന്ന എൻ്റെ അമ്മയും ഒപ്പം കരയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അജിത്തിൻ്റെ അച്ഛനും അമ്മയും വന്നിരുന്നു, പിന്നെ അമ്മയുടെ സിസ്റ്ററും ഹസ്ബൻഡും വന്നിരുന്നു. എൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ വൈഫും ആൻറ്റി ഡോക്ടറാണ്, ആൻറ്റി വന്നിരുന്നു. ആൻറ്റിയുടെ മോനും ഡോക്ടറാണ്, മോനും വന്നിരുന്നു, ചേട്ടനും ഉണ്ടായിരുന്നു. ഇത്രയും പേര് എന്നെ ഡെലിവറിക്ക് കൊണ്ടുപോകുന്ന സമയത്ത് റൂമിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. ഞാൻ അകത്തേക്ക് കൊണ്ടുപോകുന്നു. അവർ അകത്തേക്ക് കൊണ്ടുവന്ന് ഒരു 10 മിനിറ്റോളം ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുമ്പിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടത്തുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ എത്തി നോക്കുന്നത് എനിക്ക് കാണാം അവിടെ നിന്ന്. അപ്പോൾ സിസേറിന് വേണ്ടി അവരെല്ലാം എന്തൊക്കെയോ നോക്കി എല്ലാം ചെയ്ത്. ഈ സിസേറിന് കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ ഡോക്ടർ ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് എന്നും പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഓടുന്നതാണ് ഞാൻ കാണുന്നത്. അതായത് തിയേറ്ററിലോട്ട് തുറന്ന് അകത്തോട്ട് കയറുമ്പം നമ്മളെ കൊണ്ടുപോകണ ആ വണ്ടിയിൽ ഭയങ്കര സ്പീഡിലാണ് അവർ കൊണ്ടുപോകുന്നത്. എല്ലാവരും ഭയങ്കര തിരക്കാണ് അവിടെ ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു സ്ഥലം. ഇപ്പോൾ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടതുകൊണ്ടാണെന്നല്ല, ഭയങ്കര തിരക്ക്. അങ്ങനെ അകത്തോട്ട് കയറുന്നു. കയറി കഴിഞ്ഞിട്ട് നമുക്ക് അനസ്തേഷ്യ ഇഞ്ചക്ഷൻ എടുക്കണമല്ലോ. അനസ്തേഷ്യ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ് അനസ്തേഷ്യ ഇഞ്ചക്ഷനുണ്ട്. നമുക്ക് ജനറൽ അനസ്തേഷ്യ അല്ല തന്നത്. അനസ്തേഷ്യ അതായത് നട്ടലിന് ഒരു ഇഞ്ചക്ഷനാണ്, എപ്പിഡ്യൂറൽ അല്ല, നട്ടലിൻ്റെ ഇഞ്ചക്ഷനാണ് തരുന്നത്, ജനറൽ അല്ലായിരുന്നു. അപ്പം താഴത്തോട്ട് അറിയാത്ത രീതിയിലുള്ള ഇഞ്ചക്ഷൻ